പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഉറക്കമൊക്കെ എണ്ണിച്ചോ? ഞാൻ ഉറക്കം എണ്ണിച്ച് ഞാൻ ഇച്ചിരി നേരത്തെ വെളുപ്പിനെ എണ്ണിച്ച് ചപ്പാത്തി ഉണ്ടാക്കി മുട്ടക്കറി ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാം കേട്ടോ. ഉണ്ട് ചപ്പാത്തി, ചപ്പാത്തി ഉണ്ടാക്കി, പിന്നെ മുട്ടക്കറി വെച്ച്, ചപ്പാത്തിക്ക് കറി മുട്ടക്കറി വെച്ചിട്ടുണ്ട്. മുട്ടക്കറി പിന്നെ എല്ലാവരും എനിക്ക് അത് ഇച്ചിരി വെളുപ്പിനെ എണ്ണിച്ച് ഇച്ചിരി കട്ടൻ ചായയൊക്കെ കുടിക്കണം, എന്നാലേ നിൽക്കാനൊക്കെ നിന്ന് കാപ്പി ഉണ്ടാക്കാനൊക്കെ. അത് സ്ഥിരം പരിപാടിയാണ് കട്ടൻ ചായ കുടിക്കുന്നത്. പിന്നെ എല്ലാം മിക്ക ആൾക്കാർക്കും അങ്ങനെ രാവിലെയൊക്കെ എണ്ണിക്കാൻ പോയി ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കണം, ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കണം. പിന്നെ അത് കഴിയുമ്പോഴേ എല്ലാം വല്ലൊക്കെ തേച്ച് ജോലിക്കൊക്കെ പോകാനാകുമ്പോഴൊക്കെ കാപ്പി കുടിക്കത്തുള്ളൂ. പോകാത്തവർ താമസിച്ചാൽ കാപ്പി കുടിക്കുന്നത്. എന്നാലും അതിൻ്റെ 8 മണിയൊക്കെ ആകുമ്പോഴല്ലേ എല്ലാവരും കാപ്പി കുടിക്കുന്നത്, 8-7 മണിയൊക്കെ ആകുമ്പോൾ. പിന്നെ ഇന്നെന്തോ പറയാനാ, ചേട്ടൻ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നു, കൊച്ചുമോൻ ട്യൂഷന് പോകാൻ പോകുന്നു. പിന്നെ കൊച്ചുമൊക്കെ താമസിച്ച് പോയാൽ മതി, പഠിത്തമില്ലാത്ത ദിവസമല്ലേ. പിന്നെ ഇനി പിന്നെ വേണ്ട പാത്രം എന്താ പാത്രങ്ങളൊക്കെ കഴുകാൻ ഇങ്ങനെ ഇരിക്കുക, പെറുക്കിയെല്ലാം വെച്ചേക്കുക. എല്ലാം പാത്രങ്ങളൊക്കെ കഴുകണം, തുണിയൊക്കെ കഴുകണം. ഉണ്ട്, വെളിയിലത്തെ പണികൾ ഇച്ചിരിയൊക്കെ ഉണ്ട്. മുറ്റം തൂത്തില്ല, മുറ്റം തൂക്കണം. പിന്നെ എന്നെന്താ പറയാൻ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എല്ലാവരും എനിക്ക് ലൈക്ക് തരണം കേട്ടോ, ലൈക്ക് തരണം, ഷെയർ ചെയ്യണം, കമൻറ്റ് തരണം, ബെൽബട്ടനെ അമർത്തണം എല്ലാ ആൾക്കാരും കേട്ടോ. ഞാനൊരു പാവം പിടിച്ച ചേച്ചിയാന്ന്, എല്ലാവരും തരണേ. പിന്നെ എല്ലാവരുടെ അച്ഛനും അമ്മയും സുഖമായിട്ടിരിക്കാൻ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ആരോഗ്യ ആയുസ് എല്ലാം തരാൻ ഞാൻ ദൈവത്തിനോട് പറയുന്നു. പിന്നെ എല്ലാവരെയും കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ, നിങ്ങളെ എന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാവർക്കും. പിന്നെന്താ പറയാൻ, ഇത്രയൊക്കെ ഉള്ളു പറയാൻ. ഇനി ഉച്ചയ്ക്ക് കാണാം, നമുക്ക് ചോറുണ്ണാൻ നേരത്ത് കാണാൻ. ഇത്രയൊക്കെ ഉള്ളു. എന്നാൽ ശരി, എന്നാൽ ടാറ്റാ.